പഠിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അമേരിക്കൻ വിപ്ലവത്തെയും ഫ്രഞ്ച് വിപ്ലവത്തെയും കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റഷ്യൻ വിപ്ലവത്തെ കുറിച്ചാണ്. റഷ്യയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. റഷ്യയുടെ തലസ്ഥാനം മോസ്കോയാണ് റഷ്യയുടെ തലസ്ഥാനം അഥവാ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവം ആരംഭിച്ചത് 1917 1917 റഷ്യൻ വിപ്ലവം ആരംഭിക്കുന്നത്. റഷ്യൻ വിപ്ലവം നടക്കുമ്പോൾ റഷ്യയിലെ ചക്രവർത്തി സർ നിക്കോളസ് രണ്ടാമനാണ്. റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിമാരെ പരമ്പരാഗതമായി അറിയപ്പെടുന്ന പേരാണ് സാർ. TSAR വായിക്കുന്നത് സാർ എന്നാണ്. അപ്പോ റഷ്യൻ വിപ്ലവം ആരംഭിച്ചത് 1917 റഷ്യയിലെ ചക്രവർത്തിമാരെ പരമ്പരാഗതമായി അറിയപ്പെട്ടിരുന്നത് സാർ എന്നാണ്. വിപ്ലവ സമയത്ത് റഷ്യയിലെ ചക്രവർത്തി സർ നിക്കോളസ് രണ്ടാമൻ ആയിരുന്നു. ഇനി നമ്മുടെ ടെക്സ്റ്റില് റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് വിവരിക്കുന്ന പാഠഭാഗത്തിൽ മാക്സിം ഗോർക്കി, റഷ്യയിലെ പ്രസിദ്ധനായ സാഹിത്യകാരനാണ് മാക്സിം ഗോർക്കി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നോവൽ അമ്മ എന്ന നോവലിൽ റഷ്യയിലെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതെല്ലാ കുട്ടികളും നന്നായിട്ട് വായിച്ചു നോക്കുക. ഈ കൃതിയിലൂടെ റഷ്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും അവസ്ഥ നന്നായി മാക്സിം ഗോർക്കി വിവരിക്കുന്നുണ്ട്. ഇതിലൂടെ ഈ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് റഷ്യയിൽ സ്വകാര്യ സ്വത്തുടമാവകാശം അവസാനിപ്പിക്കണം, റഷ്യയിലെ എല്ലാവരും അധ്വാനിക്കണം, ഉൽപാദന ഉപാധികൾ ജനങ്ങളുടെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം, അതുപോലെ ജനങ്ങൾക്ക് പരമാധികാരം വേണം എന്നീ ആവശ്യങ്ങളാണ് ഈ കൃതിയിലൂടെ നമുക്ക് മാക്സിം ഗോർക്കി വെളിപ്പെടുത്തി തരുന്നത്. റഷ്യയിലെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ കൃത്യമായി വിവരിക്കുന്ന ഒരു നോവലാണ് അമ്മ എന്ന നോവൽ. റഷ്യയിലെ പ്രസിദ്ധനായ സാഹിത്യകാരനായ മാക്സിം ഗോർക്കിയാണ് ഇതിന്റെ രചയിതാവ് അഥവാ കർത്താവ്. ഇതിലൂടെ റഷ്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും അവസ്ഥ പുറം ലോകത്ത് എത്തിച്ചത് മാക്സിം ഗോർക്കിയാണ്. ഇതിലൂടെ തൊഴിലാളികൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. റഷ്യയിലെ സ്വകാര്യ സ്വത്തുടമാവകാശം അവസാനിപ്പിക്കണം, റഷ്യയിലെ എല്ലാവരും അധ്വാനിക്കണം, ഉൽപാദന ഉപാധികളെല്ലാം ജനങ്ങളുടെ നിയന്ത്രണത്തിലാക്കണം, ജനങ്ങൾക്ക് പരമാധികാരം വേണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. അടുത്തായി സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിൽ റഷ്യയിലെ ജനങ്ങൾ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുക. നമ്മൾ പറഞ്ഞു റഷ്യ ഭരിച്ച ചക്രവർത്തിമാരെ അറിയപ്പെടുന്ന പേരാണ് സാർ ചക്രവർത്തിമാർ. റഷ്യയിലെ വിപ്ലവ സമയത്തെ സാർ ചക്രവർത്തി സർ നിക്കോളസ് രണ്ടാമൻ ആയിരുന്നു. ഈ സാർ ചക്രവർത്തിമാരെല്ലാം ഏകാധിപതികളായിരുന്നു. സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ റഷ്യയിലെ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. റഷ്യയിലെ സാർ ചക്രവർത്തിമാർ ഏകാധിപത്യ ഭരണം അല്ലെങ്കിൽ ഏകാധിപതികളായിരുന്നു. ഇവരുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ റഷ്യയിലെ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. റഷ്യയിലെ കാർഷിക ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. ഇത് കർഷകരുടെ വരുമാനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയുണ്ടായി. റഷ്യയിലെ കാർഷിക ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു. ഇത് കർഷകരുടെ വരുമാനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്തു. മറ്റൊന്ന് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിരുന്നു റഷ്യ. എന്നാൽ റഷ്യയിലെ വ്യാവസായിക ഉൽപാദനം വളരെ കുറവായിരുന്നു. ധാരാളം പ്രകൃതി വിഭവങ്ങളുള്ള ഒരു രാജ്യമായിരുന്നു റഷ്യ. എങ്കിലും വ്യാവസായിക ഉൽപാദനം വളരെ കുറഞ്ഞ രാജ്യമായിട്ട് റഷ്യ മാറി. മാത്രവുമല്ല
റഷ്യയിൽ നാമമാത്രമായിട്ടുണ്ടായിരുന്ന വ്യവസായങ്ങൾ നിയന്ത്രിച്ചിരുന്നത് വിദേശികളും ആയിരുന്നു. ഒന്നുകൂടി ഞാൻ പറയാം. സാർ ഭരണത്തിന് കീഴിൽ റഷ്യയിലെ കർഷകർക്കും ജനങ്ങൾക്കും അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പരിശോധിക്കുക. റഷ്യയിലെ ചക്രവർത്തിമാർ സാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിപ്ലവ സമയത്തെ സാർ ചക്രവർത്തി സാർ നിക്കോളസ് രണ്ടാമനായിരുന്നു. ഈ സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ റഷ്യയിലെ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. റഷ്യയിലെ കാർഷിക മേഖലയുടെ കുറഞ്ഞ ഉൽപാദനം കർഷകരുടെ വരുമാനത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചിരുന്നു. ഭൂരിഭാഗം കർഷകരും ഭൂരഹിതരായിരുന്നു. ഈ ഭൂരഹിതരായ കർഷകരാണ് റഷ്യയിലെ നികുതിയുടെ ഭൂരിഭാഗവും നൽകിയിരുന്നത്. അല്ലെങ്കിൽ ഭൂരിഭാഗവും ഇവരുടെ ചുമലിലായിരുന്നു. കർഷകർ ഭൂരഹിതരായിരുന്നു എങ്കിൽ കൂടി റഷ്യയിലെ നികുതി ഭാരം മുഴുവൻ വഹിച്ചിരുന്നത് ഈ സാധാരണ കർഷകരായിരുന്നു. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു റഷ്യ എങ്കിലും റഷ്യയിലെ വ്യാവസായിക ഉൽപാദനം വളരെ കുറവായിരുന്നു. നാമമാത്രമായി ഉണ്ടായിരുന്ന വ്യവസായങ്ങളെല്ലാം തന്നെ നിയന്ത്രിച്ചിരുന്നതും സ്വദേശികളായിരുന്നില്ല, വിദേശികളായിരുന്നു. തൊഴിലാളികളും കർഷകരും അനുഭവിച്ചിരുന്ന ദുരിത ജീവിതം മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, അതുപോലെ യുവാൻ തുർഗനേവ് എന്നീ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിലൂടെ ചിത്രീകരിച്ചു. റഷ്യയില് തൊഴിലാളികളും കർഷകരും അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകൾ അഥവാ ദുരിതങ്ങൾ റഷ്യയിലെ സാഹിത്യകാരന്മാരായ ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, മാക്സിം ഗോർക്കി എന്നീ സാഹിത്യകാരന്മാർ തങ്ങളുടെ കൃതികളിലൂടെ ചിത്രീകരിച്ചു. മാത്രമല്ല കാൾ മാർക്സ്, ഫ്രെഡറിക് ഏംഗൽസ് ഇവർ ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവശ്യം പകർന്നു. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്ന് ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ റഷ്യയിലെ കർഷകർക്കും തൊഴിലാളികൾക്കും ആവശ്യം പകർന്നു. മുതലാളിമാർ നിയന്ത്രിച്ചിരുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ഇവർ ആഹ്വാനം ചെയ്തു. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ചേർന്ന് ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ റഷ്യയിലെ കർഷകരെയും തൊഴിലാളികളെയും അതിയായി സ്വാധീനിക്കുകയും ഇവർ മുതലാളിമാർ നിയന്ത്രിച്ചിരുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികൾക്ക് ആധിപത്യമുള്ള ഉൽപാദന വ്യവസ്ഥ സ്ഥാപിക്കാൻ തൊഴിലാളികളെയും കർഷകരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്തു. തൊഴിലാളി വർഗം അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി റഷ്യയിൽ അങ്ങനെ രൂപം കൊള്ളുകയും ചെയ്തു. ഒന്നുകൂടി ഞാൻ പറയാം. റഷ്യയിൽ തൊഴിലാളികളും കർഷകരും അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ മാക്സിം ഗോർക്കിയും ലിയോ ടോൾസ്റ്റോയും ഇവാൻ തുർഗനേവും തങ്ങളുടെ കൃതികളിലൂടെ ചിത്രീകരിച്ചു. കാൾ മാർക്സ്, ഫ്രെഡറിക് ഏംഗൽസ് എന്നിവരുടെ മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്കും കർഷകർക്കും ആവേശം പകർന്നു. മുതലാളിമാർ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടേതായ ആധിപത്യം സ്ഥാപിക്കാൻ ഇവർ ആഹ്വാനം ചെയ്തു. റഷ്യയിൽ തൊഴിലാളികൾ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന പാർട്ടി റഷ്യയിൽ അങ്ങനെ രൂപകൊള്ളുകയും ചെയ്തു. പിന്നീട് ഈ പാർട്ടി മെൻഷെവിക് അഥവാ ന്യൂനപക്ഷമെന്നും ബോൾഷെവിക് അഥവാ ഭൂരിപക്ഷമെന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിൽക്കാലത്ത് മെൻഷെവിക് എന്നും ബോൾഷെവിക് എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു. മെൻഷെവിക് പാർട്ടിയുടെ നേതാവ് അലക്സാണ്ടർ കെറൻസ്കിയും ബോൾഷെവിക് പാർട്ടിയുടെ നേതാക്കൾ ലെനിൻ,
ട്രോസ്കി എന്നിവരും ആയിരുന്നു. അപ്പോ നന്നായി ശ്രദ്ധിക്കുക. റഷ്യയിൽ രൂപം കൊണ്ട പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിന്നീട് മെൻഷവിക് എന്നും ബോൾഷവിക് എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു. മെൻഷവിക്കിന്റെ നേതാവ് അലക്സാണ്ടർ കെറൻസ്കിയും ബോൾഷവിക് പാർട്ടിയുടെ നേതാക്കൾ ലെനിൻ, ട്രോസ്കി എന്നിവരും ആയിരുന്നു. 1905 റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടു. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്ന റഷ്യ ഏഷ്യയിലെ ഒരു കുഞ്ഞു രാജ്യമായ ജപ്പാനോട് പരാജയപ്പെട്ടു 1905. 1905 റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടത് റഷ്യയിലെ പ്രതിസന്ധി രൂക്ഷമാക്കി മാറ്റുകയുണ്ടായി. തുടർന്ന് രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് റഷ്യയിലെ തൊഴിലാളികൾ പെട്രോഗ്രാഡിലേക്ക് ഒരു പ്രകടനം സംഘടിപ്പിച്ചു. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് റഷ്യയിലെ തൊഴിലാളികൾ പെട്രോഗ്രാഡിലേക്ക് ഒരു പ്രകടനം സംഘടിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ പ്രകടനത്തിന് നേരെ പട്ടാളം വെടിവെക്കുകയും 100 കണക്കിന് തൊഴിലാളികൾ ഇതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തെ ചരിത്രത്തിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നാണ് അറിയപ്പെടുക. രക്തരൂക്ഷിതമായ ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. 1905 റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടുന്നു. ഇത് റഷ്യയിലെ പ്രതിസന്ധി രൂക്ഷമാക്കി മാറ്റി. തുടർന്ന് രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് റഷ്യയിലെ തൊഴിലാളികൾ പെട്രോഗ്രാഡിലേക്ക് ഒരു പ്രകടനം സംഘടിപ്പിക്കുന്നു. ഈ പ്രകടനത്തിന് നേരെ റഷ്യയിലെ പട്ടാളക്കാർ വെടിവെച്ചു. ഇതിൽ 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഈ സംഭവത്തെ രക്തരൂക്ഷിതമായ ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ എന്നാണ് അറിയപ്പെടുന്നത്. സമരങ്ങൾ നടത്തുന്നതിന് മാത്രമായി റഷ്യയിലെ തൊഴിലാളികളുടെ സംഘങ്ങൾ രൂപീകരിച്ചു. ഈ സംഘങ്ങളെ സോവിയറ്റുകൾ എന്നാണ് അറിയപ്പെട്ടത്. റഷ്യയിലെമ്പാടും സമരങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിൽ രൂപീകരിച്ചു. ഈ സംഘങ്ങളെ സോവിയറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. തുടർന്ന് റഷ്യയിലെമ്പാടും സമരം ശക്തമായി. സമരം ശക്തമായപ്പോൾ റഷ്യൻ പാർലമെന്റായ ദ്യൂമ, മറന്നുപോകരുത്, റഷ്യയിലെ പാർലമെന്റിനെ അറിയപ്പെടുന്ന പേരാണ് ദ്യൂമ. റഷ്യയിലെമ്പാടും സമരം കൊടുമ്പിരിക്കൊണ്ടപ്പോൾ റഷ്യൻ പാർലമെന്റായ ദ്യൂമ വിളിച്ചുകൂട്ടാൻ ഭരണാധികാരിയായ സർ നിക്കോളസ് രണ്ടാമൻ നിർബന്ധനായി തീരുകയും ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ 2 ക്വസ്റ്റ്യനാണ് പറഞ്ഞത്. ഒന്ന്, എന്താണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച? മറ്റൊന്ന്, റഷ്യൻ പാർലമെന്റായ ദ്യൂമ വിളിച്ചുകൂട്ടാൻ ചക്രവർത്തിയായ സർ നിക്കോളസ് രണ്ടാമനെ പ്രേരിപ്പിച്ച സംഗതി എന്താണ്?